ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 4 ശ്ലോകം 14. ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ വിഷ്ണുപദത്തിലോ വസിക്കുന്നവനായ യോഗി പ്രാകൃതപ്രളയത്തിൽ അല്ലെങ്കിൽ പ്രാകൃതപ്രളയം പറയുമ്പോൾ ബ്രഹ്മപ്രളയത്തിൽ മോക്ഷം പ്രാപിക്കുന്നു. അല്ലെങ്കിൽ ഇച്ഛാനുസാരം പ്രാകൃതപ്രളയത്തിന് മുമ്പ് തന്നെ തൻ്റെ യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ടം പിളർന്നിട്ട് മോക്ഷം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ആ ബ്രഹ്മാണ്ട ഭേദന പ്രകാരം വർണ്ണിക്കുകയാണ് 14-ാമത്തെ ശ്ലോകത്തിൽ. തസ്യ ജഡ്ചിദിപയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി ദേപദമനാവൃതം വിഭോ. തസ്യ ചിദി പയഃ മഹ അനില ദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ അല്ലെങ്കിൽ തത്തദാ ആത്മകതയാ വിശൻ സുഖി യാതിദേ പദം അനാവൃതം വിഭോ. തസ്യ ജഡ്ചിദി പയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതിദേ പദമനാവൃതം വിഭോ. തസ്യജ പറയുമ്പോൾ യോഗി. ഹേ പരിപൂർണ സ്വരൂപ യോഗി ബ്രഹ്മാണ്ടത്തിൻ്റെ ചിതി പറയുമ്പോൾ പൃഥ്വി, പയഹ ജലം, മഹോ മഹ തേജസ്, അനില വായു, ദ്യോ ആകാശം, മഹത് പറയുമ്പോൾ മഹത്തത്വം, പ്രകൃതി സപ്തകാവൃതി അങ്ങനെ പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ എന്നീ 7 ആവരണങ്ങളെ സപ്തകാവൃതി 7 ആവരണങ്ങളെ തത്തതാ അതതിൻ്റെ ആത്മകതയാ സ്വരൂപത്തിൽ അതായത് സൂക്ഷ്മ ശരീരത്തോടെ വിശൻ സുഖി പ്രവേശിച്ചിട്ട് പരമാനന്ദം അനുഭവിച്ച് അവിടുത്തെ അനാവൃതം പദം യാതി ആവരണരഹിതമായ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു. പരിപൂർണ സ്വരൂപ യോഗി ബ്രഹ്മാണ്ടത്തിൻ്റെ പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ എന്നീ 7 ആവരണങ്ങളെ അതതിൻ്റെ സ്വരൂപത്തിൽ സൂക്ഷ്മ ശരീരത്തോടെ പ്രവേശിച്ചിട്ട് പരമാനന്ദം അനുഭവിച്ച് അവിടുത്തെ ആവരണരഹിതമായ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു. തസ്യ ജഡ്ചിദിപയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി പദമനാവൃതം വിഭോ. തസ്യ ജഡ്ചിദിപയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി പദമനാവൃതം വിഭോ. തസ്യ ജഡ്ചിദിപയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി പദമനാവൃതം വിഭോ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.